കള്ളുപിടിച്ച് നിൽക്കുക, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എവിടെ പോകുന്നു? നട്ടപ്പാതിരാക്കി ഇവളുമാരെല്ലാം കൂടെ ചോറും മീൻകറിയും തരാത്ത കൂട്ടത്തിൽ പെട്ട അഴുക്കുകൾ. ഇവിടെ അടുത്തൊരു കല്യാണം. എന്തേ രാത്രി 12 മണിക്ക് കല്യാണോ? സദ്യയാണോ ബിരിയാണിയാണോ? പോയി അന്വേഷിക്കാത്ത എന്തെന്ന്. ആര്? ഞാനോ? പിന്നെ എല്ലാരും ഞങ്ങളോ? സൂക്ഷിച്ച് സംസാരിച്ചാണ്ടല്ലേ. അങ്ങോട്ട് മാറിയിക്കാമോ? ഞങ്ങൾക്ക് അങ്ങോട്ട് പോണം. അങ്ങനെ നിങ്ങളിപ്പോ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് വീട്ടിൽ ചോറും മീൻകറിയും വെക്കാതെ ഈ രാത്രി 12 മണിക്ക് എവിടെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കണേ? ഞങ്ങൾ സൗകര്യമില്ലെടുത്ത് മാറിക്കണം അങ്ങോട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ആരാന്നറിയോ? ഇത് ഇവിടുത്തെ പുലിയാ. പുലിക്കെന്തൊരു ആട്ടം. പുലി ആടും, ചിലപ്പോ മാന്തും, ചിലപ്പോ പിച്ചു നിന്നെ പിടിച്ച് വിഴുകൂടി. എടാ ആദ്യം വന്ന് മര്യാദക്ക് നീ ഒന്ന് മാറി നിക്ക്, ഞങ്ങൾക്ക് പോണം. എന്നാ നീ വിളിക്കാം? നീ സംസാരിക്കണം. നോക്കൂലോ, ഒറ്റ അടി വെച്ചതാണല്ലോ. നീയൊക്കെ ഇവിടുന്ന് പോവൂല. പോണില്ല. സാറിനെ വിളി, സാറിനെ വിളി, ഹെഡ് മാസ്റ്ററിനെ വിളി, എന്നെയാനെ വിളി. അവര് വന്ന് ചോദിച്ചിട്ട് നീയൊക്കെ പോണമെന്ന് കാണണം. നീ ഞങ്ങളെ ചവിട്ടിട്ട് നീയൊക്കെ പോകും. ഇത് വീണ് വളർന്ന കക്ഷിയാണ്. അറിഞ്ഞിട്ട് പോയാ ഞങ്ങള് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എവിടെയാണ് പിരികിടി? നിന്റെയൊക്കെ വളർത്തി നിന്നൊക്കെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞ അവന്മാര് ചോദിച്ചിട്ടു ഞാൻ. നിന്നൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടിരിക്കണെന്ന്. ആളുകൾക്ക് നേരെ കൈ വാങ്ങാൻ പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങി വിട്ടൊക്കെയാണ് നട്ടപ്പാതിരാത്രിക്ക്. നമസ്കാരം സാറേ. അതെ, എന്താ പ്രശ്നം? സാറ് വന്നല്ലോ, ഇനിയിപ്പോ സമാധാനമായി. സാറേ, ഈ സഹോദരിമാർ ആൺതുണയൊന്നും ഇല്ലാതെ അസമയത്ത് ഇതിൽ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ നിൽക്കി, നിങ്ങളെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് കൂടിയതിലേ ഞാൻ പറഞ്ഞു വിടുള്ളൂ, നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിക്കായിരുന്നു. സാറേ, നമ്മളെ നാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. നാളെ ഈ സഹോദരിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആണുങ്ങളെങ്ങനെ വിശ്വസിച്ച് പുറത്തിറങ്ങി നടക്കും. സഹോദരിമാര് പൊക്കോ, സാറ് വന്നല്ലോ, ഇനി പൊക്കോ. സാറ് വെറുതെയാണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതെ, 2 നില പൂര വെള്ളമാണ് സാർ, അത് കിടക്കാൻ കണ്ടില്ലേ? ഞങ്ങളെ കൊന്നുകളിയെന്നൊക്കെ പറഞ്ഞു സാർ. സാറേ, അത് ഇവര് പോവാതിരിക്കാൻ അല്ല, ഇവര് പോവാൻ പേടിപ്പിച്ചതാണ്. ആരാണത്? ആരാന്നോ ആരോ വഴിപോക്ക മദ്യപിച്ചിട്ട് അയാളുടെ കൂടെ ഉള്ള ആളാണ് സാറേ ഇത്. നിന്നോടെല്ലാം ഉണ്ടായിരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരുപാടെണ്ണം ഉണ്ട്. പെമ്പിള്ളേര് തനിയെ റോഡിലിറങ്ങി നടക്കുമ്പോഴേ പത്തി വൃത്തിയാർന്ന ചില പാമ്പുകൾ. ആ പത്തി ഞാൻ ഇന്ന് അടിച്ചോടിക്കും. പിന്നെ തല്ലു വേണ്ട. കടന്നുറങ്ങാൻ പറ്റിയ സ്ഥലം ഞാൻ തരാം. ശരി. മണിയായി നേരം. ആ കുരുത്തം കെട്ടോളാണ് കാണാനില്ലല്ലോ. വിളിച്ചു നോക്കണ. അച്ഛൻ വിളിക്കണ്ടല്ലോ, ഇത് കിട്ടണ്ടേ? ഇതെന്താ കിട്ടാതെ? ഇതൊരു കഷ്ടത. എത്ര നേരം ഇത് വിളിക്കണത്? നിന്നെ ഒറ്റ ഒരുത്തനെ പറഞ്ഞാൽ മതി.
എടാ വീട്ടിൽ ആണുങ്ങൾക്ക് നട്ടലില്ലെങ്കിലേ ഇതേപോലെയൊക്കെ ഉണ്ടാവും. ഇത് കൂന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്താ പറയണത്? എന്ത് നടത്തത്തിന് അവള് പോയിരിക്കണ് ഈ നട്ടപ്പാതിരക്ക്? ഇതിനൊക്കെ ദൂർനടപ്പ് അറിയോ? ഈ നാട്ടുകാരും കൂടി പറഞ്ഞ് കേൾപ്പിച്ചു കേട്ടോ. നാട്ടുകാരെന്ത് പറഞ്ഞു കേൾപ്പിക്കണ? ആ പെണ്ണുങ്ങളെല്ലാവരും കൂടി പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വിടാൻ നിക്കണോന്നേ, വിടണോ? നീ അവൾ കെട്ടിയതല്ലേ? അപ്പൊ ആ മൊയ്ത് വന്ന് പറഞ്ഞു അച്ഛൻ കേട്ടില്ലേ? ഇത് വന്ന് പറഞ്ഞ് എന്തിനാണ് അതിന് നിന്നെയൊക്കെ പറയണേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു കഷ്ടമൊക്കെ ഇത്. ഇനി നിന്ന് ആ ഫോൺ കിട്ടാത്ത ഫോണിൽ നിന്നിട്ട് അങ്ങടെ ഇറങ്ങി പോയി നോക്കണം. സ്വസ്ഥത എന്ന് പറഞ്ഞതില്ല മനുഷ്യന്. ഇവിടെ പൂവന്നെ നല്ലത്. തിരിയണ പിന്നെ ഇവിടെ അങ്ങോട്ട് പോയേക്കാം. ചാടി എടുക്കണ്ടേ? ഇതൊരു കഷ്ടം ആലോചിച്ചോക്കെ. ഈ പെണ്ണ് കാണിക്കുന്ന ഓരോ പണികളുണ്ടല്ലോ. കെട്ടിയ പെണ്ണ് 2 മണിയായിട്ട് വന്നില്ല. അപ്പോഴും ഒരു ബേജാറില്ല പോങ്ങല്. തോർത്ത് വേണോ? വേണ്ട. എവിടെ പോയി കിടക്കുന്നത്? അതെ, ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണ സ്ത്രീകളെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് സുഖമില്ലാതല്ല, കുഴപ്പമുള്ളവരല്ല. പക്ഷെ ഈ രാത്രി ഇറങ്ങി നടക്കണ ഉണ്ണേ മറ്റേ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കണ കേസാണ്. അതല്ല ഏട്ടാ, എന്തൊരു കഷ്ടം. നിങ്ങൾ കേട്ടിട്ടില്ലേ രാത്രി ഇറങ്ങി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കണ ഒരു ആവശ്യക്കാർക്ക് നടക്കാം. അങ്ങനെ പോണല്ല അത്. അതെ, നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളത്. ചേട്ടാ പല ടൈപ്പ് ഉണ്ട്. ചേട്ടന് ഏതാ വേണ്ടത്? അതല്ലാതെ സ്ത്രീകൾ റോട്ടിൽ കൂടെ പോണണ്ട. ഇവിടെ എവിടെയെങ്കിലും അപ്പൊ വിളിച്ചു നോക്കാറില്ല എന്നാ ചേട്ടനാണ്? അല്ല, സംഭവം എന്റെ ഭാര്യ തന്നെയാണ് അത്. ആ ഭാര്യ? അവള് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടേ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ പിന്നെ ഞാൻ പറഞ്ഞതേ, മൊയ്തു എന്റെ സുഹൃത്തുണ്ട്. മൊയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രാത്രി പോയത്. രാത്രി ഇറങ്ങി നടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ പെണ്ണുങ്ങള്. അപ്പൊ ചേട്ടന് വേറെ സെറ്റപ്പ് വേണം ഇപ്പൊ. ഇവിടെ എങ്ങനെ പറയണ പത്രത്തിൽ വായിച്ചില്ല? മനസ്സിലായി. ഇതൊക്കെ എല്ലായിടത്തോളം നമ്മ ദിവസവും കാണണല്ലേ. ആ ഫോണിലൊന്ന് വിളിക്ക്. ഒരാൾക്ക് വിളിച്ചാണ്. അതൊന്ന് വിളിക്ക്. നിങ്ങക്ക് സംഭവം മനസ്സിലായി? ഇല്ല, ഞാൻ രാത്രി അല്ല ഞാൻ വിളിച്ചോളാം. നമ്പർ ഉണ്ടല്ലോ. ഇല്ല, ഞാൻ വിളിച്ചോളാം. അല്ല, എന്താ കാണിക്കണേ? എന്താ മാലൂര